ഹലോ, നമ്മള് നാട്ടിൽ പോവാണേ. നമ്മള് നാട്ടിൽ പോവാണ്. നമ്മുടെ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണം അല്ലേ? പിന്നെ ഉണ്ട് കുറെ ആഘോഷങ്ങൾ കേട്ടോ. അപ്പൊ ആദ്യം ഫസ്റ്റ് നമ്മൾ സിംഗപ്പൂർ പോകും. സിംഗപ്പൂർ 3 ദിവസം നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഇന്ത്യയിൽ പോണത് അല്ലേ? എക്സൈറ്റഡ് ആണോ? സാക്കി നീ കുറെ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പത്തെ ഞങ്ങള് പോണടുത്തെല്ലാം ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ അങ്ങ് വരണം. എല്ലാ വിശേഷങ്ങളും അതെ, എല്ലാ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പോയാലോ? വായോ വായോ. അറിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ പ്രാണവും കുരിശുമരണവും മുഖേനായർപ്പിന്റെ മയം പ്രാപിക്കാൻ ഗ്രഹിക്കുന്ന കർത്താവായി സുനിശ്ചിതമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി എമിഗ്രേഷനിലേക്ക് പോവാണ് കേട്ടോ. എമിഗ്രേഷനിൽ നമുക്ക് ക്യാമറ അലൗഡ് അല്ല. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കിനി അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണാം. അങ്ങനെ നമ്മൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിതേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹലോ ഹലോ, എല്ലാരും ഇങ്ങോട്ടും നോക്കൂ. നീ കുട്ടി എക്സൈറ്റഡ് ആണോ പോവാൻ സിംഗപ്പൂര്? സാക്കി എക്സൈറ്റഡ് ആണോ? അപ്പേ ഇവിടെ എന്താ ഇരിക്കണേന്ന് നോക്കിയേ. കുപ്പികൾ, മറ്റേ കുപ്പികൾ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ അതാന്ന് തോന്നുന്നു കേട്ടോ. ഓ, സാക്കിന്റെ ടോയ്സിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കൊറേ ഉണ്ട് കേട്ടോ. എന്ത് രസമല്ലേ? കാംഗ്രൂസ്, നമ്മുടെ കാംഗ്രൂസ്, കങ്കാരുക്കുട്ടന്മാർ. കാംഗ്രൂസ് കാംഗ്രൂസ് ആണ്. ക്വാല, പിന്നെ അതെന്താ? ഓ, കൊറേ ഉണ്ട്. എന്തോ ആണോ? ഒന്ന് വാ, നോക്ക് പോവാ. വാ, നീ സാക്ക് വേഗം വാ, ഓടാം. നമ്മളിവിടെ എയർപോർട്ടിൽ വന്നപ്പോൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്ത് വെച്ചേക്കണം. എൻ്റെ വലിയൊരു ഇച്ചിരി ലേറ്റ് ആയായിരുന്നേ. പക്ഷേ കറക്റ്റ് ടൈമിലെല്ലാം എത്തി. എന്നാലും ഇച്ചിരി ലേറ്റ് ആയായിരുന്നു. അതുകൊണ്ട് ഇവരെ വിളിച്ചകത്തേക്ക് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സിംഗപ്പൂർ എയർലൈൻസുകാര്. എവിടെ? ദേണ്ട കിടക്കണു നമ്മുടെ ഫ്ലൈറ്റ്. അപ്പാ സാക്കൂട്ട ഇപ്പൊ സമയം ഇവിടെ എത്രയാപ്പാ? അപ്പൊ 6:30 ആയി. ഇനി നമ്മൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ കുറച്ചേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡിന്നറൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് കിടന്നുറങ്ങാം. അത് കഴിഞ്ഞ് രാത്രി ഒരു 10:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ സിംഗപ്പൂർ എത്തും കേട്ടാ. ഇനി ഒരു 2 മാസത്തേക്ക് നീ കുട്ടിക്ക് സാക്കിന് സ്കൂളില്ല. ഈ സാക്കൂട്ട നിനക്ക് സ്കൂളിൽ പോണോ? പോവണ്ടേ? പോവണ്ട. എക്സൈറ്റഡ് ആയല്ലേ? ഫ്ലൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ നമ്മള്. ഇവിടെ ഫ്ലൈറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്ര നേരം ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. ഫ്ലൈറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറുവാണ് കേട്ടോ. ഹലോ. അപ്പത്തേക്കും നമ്മൾ നമ്മുടെ ബാഗൊക്കെ മുകളിലേക്ക് കയറ്റി വെക്കുവാണ് കേട്ടോ. നമ്മുടെ 60 ആണ് നമ്പർ. 60. എന്താ കിട്ടിയ? ഹെഡ്ഫോൺസ് ഒക്കെ കിട്ടിയാ? പുതപ്പ് കിട്ടിയോ? ഒരു പുതപ്പൊക്കെ കിട്ടിയിരുന്നു കേട്ടാ. സാക്കിക്ക് ഒരു പുതപ്പൊക്കെ കിട്ടിയല്ലോ. ഇല്ല, അത് നീ കുട്ടിക്ക് ഓർമ്മയില്ലാത്തോണ്ടാ. നമുക്ക് എപ്പോഴും ഇവിടുന്ന് പുതപ്പ് കിട്ടും. അത് കൂടാണ്ട് ഇതും കിട്ടി നമുക്ക് കേട്ടോ. എന്തുവാ സാക്കി ഇത്? ഹെഡ്ഫോൺസ്. എന്തിനാന്നറിയോ ഇത്? സാക്കിനെ നീ കുട്ടിക്കും ബോറാവുമ്പം നമുക്ക് ഇന്നത്തെ സ്ക്രീനില് മൂവി കാണാം. ഇപ്പഴേ ബോറായോ? ഇനി നമ്മള് 6.5 മണിക്കൂർ ഇന്നത്തിരിക്കണം. ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് ഓപ്പൺ ചെയ്തല്ലോ. സ്ട്രോങ് ആണല്ലോ സാക്കി. ഓ സൂപ്പർ. നീ കുട്ടിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയോ? നീ കുട്ടി മിടിക്കുകയാണ് കേട്ടോ. നീ കുട്ടി സീറ്റ് ബെൽറ്റ് ഒക്കെ ഫസ്റ്റ് തന്നെ ഇട്ട് റെഡിയായി. സാക്കി പില്ലോ അവിടെ സൈഡിലേക്ക് ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ പുറകിൽ വെക്ക്, ബാക്കില്. അപ്പൊ നമ്മുടെ തൊട്ടിപ്പുറത്തിരിക്കുന്നത് കേട്ടാ. നീ കുട്ടിക്കും സാക്കി കുട്ടിക്കും പുതിയൊരു ഹെഡ്സെറ്റ് ഒക്കെ അവർ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. കിഡ്സിന്റെ ഹെഡ്സെറ്റ് വേറെയാണേ. അന്നേരം കീപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇറങ്ങുമ്പോ തിരിച്ചു കൊടുക്കണോ അത്? സാക്കി ചോദിക്കുക കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്. കണ്ടോ, സാക്കി കുട്ടി അത് പ്ലഗ് ചെയ്യാണ്ട് കേൾക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടാ. ക്രിസ്മസിന്റെ കുറെ തോരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. എന്താ? ആപ്പിൾ ജ്യൂസ്. പിന്നെ ഇതെന്താ? പീസ നട്ട്സ്.
ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശക്കുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാണ്ടാ വന്നത്. അത് കിട്ടിക്കഴിഞ്ഞപ്പം എല്ലാവർക്കും സന്തോഷമായി. സിംഗപ്പൂർ ഫ്ലൈറ്റിനെ നമുക്ക് ഫസ്റ്റ് കഴിക്കാൻ തന്നാണ് കേട്ടോ. നല്ല രസമുണ്ട്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൊള്ളാം. അതിനെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നേക്കോട്ടോ. നീയക്കുട്ടിയുടെയും സാക്കിക്കുട്ടീന്റെയും ഡിന്നർ വന്നു കേട്ടോ. എന്തൊക്കെയാണ് സാക്കി ഡിന്നറിലുള്ള? ഇതല്ലോ ചേച്ചിക്കും അനിയനും സെയിം ആണ് കിട്ടിയേക്കുന്നതെന്നാ പറയുന്നത്. കിഡ്സിന്റെ മീല് വേറെയാണ് കേട്ടോ. നമ്മുടെ മീല് ഹിന്ദു മീലാണ്. സാക്കിന്റെ നിയയുടെയും കിഡ്സ് മീലാണ് കേട്ടോ. ഓ അതെന്താ സാക്കി? അതെന്താ? ഒരു ഡിസേർട്ട്, ബിസ്ക്കറ്റ്, യോഗട്ട്, ചീസ്, പിന്നെ നട്ട്സ്. അത് മിൽക്കാണ് മോനെ. ആ പിന്നെ നമുക്ക് ഇതിനുള്ളിലൊരു സാധനം, പിന്നെ ടിഷ്യൂ, സ്പൂണ്, വാട്ടർ. ഓ സന്തോഷായോ? വിശക്കുമായിരുന്നില്ലേ? സാക്കിക്കുട്ടിക്ക് വിശക്കുമായിരുന്നില്ലേ? വേഗം കഴിച്ചോട്ടാ. ഓപ്പൺ ചെയ്യണോ? ചേച്ചിക്ക് കൊടുത്തേ, ചേച്ചി ഓപ്പൺ ചെയ്ത് തരും. ചേച്ചി പഠിപ്പിച്ചു കൊടുക്കുവാണ് അനിയനെ എങ്ങനെയാണോ ഓപ്പൺ ചെയ്യണേ. രണ്ടുപേർക്ക് സന്തോഷായി. രണ്ടുപേരും നന്നായിട്ട് വിശന്നിരിക്കുവായിരുന്നേ. ഇതായിരുന്നു കേട്ടോ സാക്കിന്റെ മെയിൻ മീല്. പക്ഷെ സാക്കിക്കുട്ടിക്ക് അത് ഇഷ്ടായില്ല. മോന് ഇഷ്ടായില്ലേ? നീക്കുട്ടി സാക്കിക്കുട്ടിയുടെ മെയിൻ മീൽ ഇഷ്ടായില്ല. സാക്കിക്കുട്ടിക്ക് ഇഷ്ടായില്ല. സാക്കിക്കുട്ടി അതുകൊണ്ട് ഹാപ്പി അല്ല. പക്ഷെ നമുക്ക് അവരോട് ചോദിക്കാം, വേറെ തരുമോന്ന് ചോദിക്കാം. ഓക്കെ, മോൻ ട്രൈ ചെയ്യേ. സാക്കിക്കുട്ടിക്ക് നമുക്ക് വേറെ കൊടുക്കാം. അങ്ങനെ കാത്തിരുന്ന് അവസാനം ഞങ്ങളുടെ മീലും വന്നിട്ടോ. എന്തൊക്കെയാണ് അപ്പൊ സ്പെഷ്യല്? ചിക്കനും വെജിറ്റബിൾസും കുറച്ച് റൈസും പിന്നെ കുറച്ച് സാലഡ്, അതെന്തൊരു ഡിസേർട്ട്, പിന്നെ വെള്ളം, കട്ട്ലറി, അങ്ങനെ കുറച്ച്. നമ്മുടെ ഫുഡ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ സാക്കിക്കുട്ടിക്ക് ഇഷ്ടായില്ല. സാക്കിക്കുട്ടി അതുകൊണ്ട് ഒട്ടും ഹാപ്പി അല്ല. നീക്കുട്ടിക്ക് ഇഷ്ടായല്ലേ? നീക്കുട്ടിക്ക് ഇഷ്ടായി. സാക്കിക്കുട്ടിക്ക് അവർ വേറെ എന്തെങ്കിലും കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്കിതാ ഇതുപോലത്തെ ഒരു റൊട്ടി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതാ ഇതുപോലെ റൈസും കുറച്ച് വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ആയിട്ട്, പിന്നെ അതായത് സാലഡ് ഉണ്ട്, പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ട്. ഇതൊക്കെയാണ് സിംഗപ്പൂർ എയർലൈൻസിന്റെ ഹിന്ദു മീൽ. കാർട്ടൂണൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ രണ്ടുപേരും കിടന്ന് ഉറങ്ങിട്ടോ. സുഖമായിട്ട് രണ്ടുപേരും കിടന്ന് ഉറങ്ങുക. ഇതേ ഫ്ലൈറ്റ് ഇതേ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സിംഗപ്പൂർ എത്തി ലാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കാൻ പോണേ. ലാൻഡിങ് ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളങ്ങനെ സിംഗപ്പൂർ എത്തിയിട്ടാ. ഇനി നമുക്ക് താഴെ പോയിട്ട് ബാഗെല്ലാം കളക്ട് ചെയ്യണം. നമ്മുടെ ചെക്കിംഗ് ബാഗെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യണം. കാരണം നമ്മളിവിടെ സിംഗപ്പൂർ നിൽക്കുമല്ലേ. അപ്പോൾ അവർ ബാഗ് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിന്നെ സ്കൈ ട്രെയിൻ കയറാൻ പോവാണ് കേട്ടാ. നമുക്ക് പോയാലോ? സാക്കിക്കുട്ടനോടെ ഇരിപ്പ്. എല്ലാവർക്കും ഉറക്കത്തിന്റെ ഒരു ക്ഷീണുണ്ട് കേട്ടോ. കാരണം നമ്മൾ അഡലേഡിലായിരുന്നപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ഒരു സമയം ഒരു 2 മണിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഉറക്കത്തിന്റെ ക്ഷീണമുണ്ട്. സാക്കുട്ടന്റെ ഒരു ഉറക്കം കഴിഞ്ഞു അല്ലേ സാക്കുട്ട? ഓ സാക്ക് ഭയങ്കര ബ്രേവ് ആണ്. സാക്ക് വേണേ പിടിക്കാണ്ട് അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുവാണ് അല്ലേ. നമുക്ക് താഴേക്ക് പോയിട്ട് ഇനി ലഗേജ് കളക്ട് ചെയ്യണേ. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ലിഫ്റ്റിൽ വഴി പോകാനായിട്ട്. എത്ര വലിയ എയർപോർട്ടാന്ന് നോക്കിക്കേ. എന്ത് രസാലേ കാണാനായിട്ട്. സൂപ്പർ എയർപോർട്ടാണേ, അടിപൊളി. നമ്മുടെ ലിഫ്റ്റ് വന്നു. വാ കയറിക്കോ, എല്ലാരും കയറിക്കോ. സാക്കൂട്ടാ, സാക്ക്. ഇപ്പൊ നമ്മുടെ എമിഗ്രേഷന്റെ ചെക്കിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ നമ്മള് എയർപോർട്ടിന്റെ വെളിയിൽ ഇറങ്ങി. നമ്മളിതേ ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അതിവിടെ നിന്ന് നമ്മൾ നേരെ നല്ല ഉറക്കം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അല്ലേ. നല്ല ചൂടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ് കേട്ടാ. എന്നിട്ട് ഇന്ന് രാത്രി അവിടെ കിടന്ന് സുഖമായിട്ട് ഇറങ്ങിയിട്ട് നാളെ മുതൽ നമ്മളിങ്ങനെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ഇവിടെ നാളെ രാവിലെ തന്നെ ഇറങ്ങും. ഇതേ ടാക്സികളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ശരിക്കും 2 ടാക്സി വേണമല്ലേ? അപ്പം 2 ടാക്സി വേണം. കാരണം നമുക്ക് ലഗേജ് ഒരുപാട് ഉള്ളതുകൊണ്ട് 2 ടാക്സി വേണം കേട്ടാ. അപ്പോൾ ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട് ടാക്സികളൊക്കെ. അങ്ങനത്തെ നമ്മൾ ടാക്സിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചായക്കുട്ടി ഇങ്ങനെ സീറ്റ് ബെൽറ്റ് കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ്. അതെ, ഇതാണ് സിംഗപ്പൂരിന്റെ നൈറ്റ് വ്യൂ.
നമ്മള് നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഓൾമോസ്റ്റ് എത്തിന്നാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ പറഞ്ഞത്. ഇതാണ് നമ്മുടെ ഡി റിസോർട്ട്. ഇവിടെയാണ് കേട്ടോ നമ്മൾ താമസിക്കാൻ പോകുന്നത്. അപ്പയും സാക്കും കൂടെ അവിടേക്ക് ചെക്കിങ്ങിന് വേണ്ടി പോയേക്കുവാണ്. നമ്മൾ സ്റ്റിൽ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ലഗേജ് പോക്കാൻ പറ്റില്ല. കണ്ടോ, നമ്മുടെ ലഗേജ് അത്രയും ഉണ്ട് അവിടെ. നീ കുട്ടിക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഫൈനലി റൂമിലെത്തി. എന്റെ ഫോണിന്റെ റൂം ഇതാണ് കേട്ടോ. നമ്മുടെ റൂം ഒത്തിരി കാണാൻ പറ്റില്ല. കാരണം അവിടെ നല്ലൊരു ബാൽക്കണി ഒക്കെ ഉണ്ട്. നീയാ റൂം ഇഷ്ടപ്പെട്ടോ? എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതിയല്ലേ. സത്യം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.